ഇപ്പം മാങ്ങ സീസണൊക്കെ അല്ലേ, നമുക്കൊരു അടിപൊളി മാങ്ങ ഹൽവ ഉണ്ടാക്കിയാലോ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു മാങ്ങ വേണം. ആ മാങ്ങ നമുക്ക് നല്ലപോലെ പൾപ്പായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അടി കട്ടിയുള്ളൊരു ചീനിച്ചട്ടി എടുത്ത് വെച്ച് നമ്മൾ ഈ അരച്ചു വെച്ച മാങ്ങ അതിലേക്ക് ഇടുക. മാങ്ങ ഇടുക. നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര പാനിയും കൂടെ നമ്മൾ ഒഴിക്കുക. ശർക്കര പാനി ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അരിപ്പയിൽ അരിച്ച് വേണം ഒഴിക്കാൻ. നമ്മൾ പൊടിയെല്ലാം കളയാനാണ് ചെയ്യുന്നത്, അല്ല അരിപ്പയിൽ അരിച്ച് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് കഴിയുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കാം. അതിനുശേഷം അടുപ്പ് കത്തിച്ച് വീണ്ടും നമ്മൾ കണ്ടിന്യൂസ് ഇളക്കാം. അപ്പോൾ ശർക്കര പാനിയും മാങ്ങയും കൂടെ ചേർന്ന് നല്ലപോലെ ഒരു കണ്ടിന്യൂസ് ചേർന്ന് ഒരു ബ്രൗൺ കളറിലേക്ക് എത്തും. അപ്പോൾ തിളച്ചു തുടങ്ങും. ബ്രൗൺ കളറിലേക്ക് എത്തുമ്പോഴത്തേക്കും അതിലേക്ക് 1 കപ്പ് കോൺഫ്ലവർ കലക്കി നമുക്ക് വീണ്ടും ഈ ചീനിച്ചട്ടിലേക്ക് നമുക്ക് ഒഴിച്ച് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കൈ എടുക്കാതെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ കോൺഫ്ലവറും നമ്മുടെ മാങ്ങയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നെയ്യ് ഒഴിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നെയ്യ് ഒഴിക്കരുത്, നമ്മൾ വെളിച്ചെണ്ണയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. വീണ്ടും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇളക്കിയ ശേഷം നമുക്ക് ഇടയ്ക്ക് കടിക്കാനൊക്കെ ആയിട്ട് കുറച്ച് കാഷ്നട്ട് കൂടെ നമ്മൾ ക്രഷ് ചെയ്ത് നമ്മൾ ഇടുന്നുണ്ട്. അതും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സായി കഴിയുമ്പോഴത്തേക്കും പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവം വരും. നല്ലൊരു ബ്രൗൺ കളറ് ഹൽവ പരുവത്തിലായി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന സമയത്തേക്ക് നമുക്കൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ പുരട്ടി ടോപ്പിങ്സിനായിട്ട് കുറച്ച് കാഷ്നട്ടോട് എടുത്ത് വെച്ച വെളിച്ചെണ്ണ പുരട്ടി പാത്രത്തിലേക്ക് ചൂടോടുകൂടി തന്നെ ആ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് അത് തണുത്ത് കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് രുചികരമായ മാങ്ങ ഹൽവ റെഡി.